കെ മുരളീധരൻ കോൺഗ്രസിന്റെ കളിപ്പാവയാണോ? വട്ടിയൂർക്കാവ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം വെട്ടിപ്പിടിച്ചു നിൽക്കെയാണ് കെ മുരളീധരനെ കോൺഗ്രസ് നേതൃത്വം വടകരയിലേക്ക് തട്ടുന്നത്. പാർട്ടി പറഞ്ഞത് കണ്ണും പൂട്ടി അനുസരിച്ചു മുരളി. അവിടെ CPMന്റെ കരുത്തൻ P ജയരാജനെ തറപറ്റിച്ച് പാർട്ടി ഏൽപ്പിച്ച മിഷൻ കംപ്ലീറ്റ് ആക്കി. വടകര MP ആയിരിക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പായി അടുത്ത ദൗത്യം. അവിടെ 3ാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ മുരളിക്ക്. എങ്കിലും പോരാട്ട വീര്യം കുറഞ്ഞില്ല. ഇക്കുറി വീണ്ടും വടകരയിൽ കാലുറപ്പിക്കാമെന്ന് കരുതിയപ്പോഴാണ് സസ്പെൻസായി ഓപ്പറേഷൻ തൃശൂർ എത്തുന്നത്. അല്ലെങ്കിലും വെല്ലുവിളികൾ ഏറ്റെടുത്ത് പോർമുഖത്ത് നെഞ്ചും വിരിച്ചു നിൽക്കാൻ മുരളി കഴിഞ്ഞേ കോൺഗ്രസിൽ മറ്റാരെങ്കിലുമുള്ളൂ. ചിലരതിനെ ഒരു പോരാളിയുടെ ധൈര്യമെന്ന് പറയും. മറ്റു ചിലർ കോൺഗ്രസിന്റെ ചാവേറാണോ മുരളി എന്ന് ചോദിക്കും. എന്തായാലും ജന്മനാടായ തൃശൂരിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ ഇനി ഒരു മത്സരത്തിനില്ലെന്ന ഉറച്ച നിലപാടിലാണ് കെ മുരളീധരൻ. തൃശൂരിലെ പരാജയത്തിന് കാരണം പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണെന്നാണ് മുരളീധരൻ പറയുന്നത്. തോൽവിയിൽ ആർക്കെതിരെയും പരാതിയില്ല. തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ട ആവശ്യമില്ലെന്നും പലതരത്തിലുള്ള അന്വേഷണ കമ്മീഷനെ കണ്ടിട്ടുള്ള ആളാണ് താനെന്നും മുരളി പറയുന്നു. പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. കോൺഗ്രസിന് ഒരുപാട് നേതാക്കളുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സജീവമാകും. അതുവരെ ഒരു ഇടവേള എടുക്കുകയാണ്. വയനാട് സീറ്റ് തരേണ്ട ഒരാവശ്യവുമില്ല. തന്നാൽ സീറ്റ് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല. ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മനസ്ഥിതിയിലല്ല ഇപ്പോൾ. രാജ്യസഭയിലേക്ക് ഒരു കാരണവശാലും പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുരളിയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ പലവിധ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് അദ്ദേഹം നിലപാട് കടുപ്പിച്ചത്. അപ്രതീക്ഷിതമായ തോൽവിയുണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ അതിന്റെ പ്രതികരണമുണ്ടാകും. അതാണ് തൃശൂരിലെ DCC ഓഫീസിൽ കണ്ടത്. അതിനെ മറ്റൊരു രീതിയിൽ എടുക്കേണ്ടതില്ല. തൃശൂരിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഗുണമാണെന്ന നിലപാട് യുവജന വിഭാഗങ്ങൾക്കുണ്ടായി. ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം വോട്ട് മറിയില്ലെന്നും പത്മജയെ പരോക്ഷമായി സൂചിപ്പിച്ച് മുരളി പറഞ്ഞു. കേരളത്തിലെ 20ൽ 18 സീറ്റുകളിൽ വിജയിക്കുകയും 110 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഒന്നാമതെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റരുതെന്നാണ് മുരളീധരന്റെ അഭിപ്രായം. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടരണമെന്നും ഇക്കാര്യം UDF നേതൃത്വം പരിഗണിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിലും കേരളത്തിലെ കോൺഗ്രസിൽ മുരളീധരന്റെ കടുത്ത നിലപാട് ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.